ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്, അതായത് ഇലക്ട്രോണിക് കമ്പോണൻസ്, സർക്യൂട്ട് കമ്പോണൻസ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, അതുപോലെ തന്നെ ഇൻഡക്ടർ, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, അങ്ങനെ നമ്മൾ സർക്യൂട്ട്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. സോ ഈ ഒരു കമ്പോണൻസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ആക്റ്റീവ് കമ്പോണൻസ് ഏതൊക്കെയാണ്, പാസീവ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇലക്ട്രോണിക് കമ്പോണൻസ്, സോ നമ്മൾ ഒരുപാട് കമ്പോണൻസ്, അതായത് സർക്യൂട്ട് കമ്പോണൻസ്, നമ്മൾ ഒരുപാട് കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സോഴ്സസ് ഓഫ് പവർ, അതായത് വോൾട്ടേജ് സോഴ്സ്, അതുപോലെ തന്നെ കറണ്ട് സോഴ്സ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, BJT, അങ്ങനെ ഒരുപാട് സർക്യൂട്ട് കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. നമ്മൾ ഏതൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ആ സർക്യൂട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കമ്പോണൻസ്, അതായത് ആ കമ്പോണൻസിനെയാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ ദിസ് സർക്യൂട്ട് കമ്പോണൻസ് ഓർ ഇലക്ട്രോണിക് കമ്പോണൻസ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവയുടെ പവർ ഡെലിവറിങ് അല്ലെങ്കിൽ പവർ അബ്സോർബിങ് എബിലിറ്റിയെ ബേസ് ചെയ്തിട്ട്, അതായത് ആ കമ്പോണന്റിന് പവർ ഡെലിവർ ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ പവർ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സർക്യൂട്ട് കമ്പോണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അവയുടെ എബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. എന്തിനുള്ള എബിലിറ്റി? പവർ ഡെലിവർ ചെയ്യാൻ അല്ലെങ്കിൽ പവർ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സർക്യൂട്ട് കമ്പോണൻസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ? ആക്റ്റീവ് കമ്പോണൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ പാസീവ് കമ്പോണൻസും വരുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്, അതിനുള്ള എക്സാമ്പിൾസ്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വരുന്നതാണ്, ഇതിൻ്റെ ഡിഫറൻസ് കൂടെ പറയാം. സോ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്, ആക്റ്റീവ് കമ്പോണൻറ്റിന് പവർ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് പവർ സപ്ലൈ ചെയ്യാൻ, ഒരു സർക്യൂട്ടിലേക്ക് പവർ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആക്റ്റീവ് കമ്പോണൻസിനുണ്ട്. അതേസമയം ഒരു പാസീവ് കമ്പോണൻ്റ് ആണെങ്കിൽ ഇറ്റ് കനോട്ട് ഡെലിവർ പവർ, അതിന് പവർ ഡെലിവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് പകരം എന്താണ്? പവർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ആർക്കുള്ളത്? പാസീവ് കമ്പോണൻസിനുള്ളത്. സോ ഇറ്റ് ക്യാൻ ഓൺലി അബ്സോർബ് ദി പവർ ഇൻ ദി സർക്യൂട്ട്, അതായത് ഒരു സർക്യൂട്ടിലുള്ള പവർ അബ്സോർബ് ചെയ്യാൻ പറ്റും. അബ്സോർബ് ചെയ്തിട്ടുള്ള ആ പവർ വേണമെങ്കിൽ ഹീറ്റ് ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോർ ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോർ ചെയ്യാം. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ആർക്കുള്ളത്? പാസീവ് കമ്പോണൻസിനുള്ളത്. അതേസമയം ആക്റ്റീവ് കമ്പോണൻസിനാണെന്നുണ്ടെങ്കിൽ അതിന് പവർ ഡെലിവർ ചെയ്യാൻ, സർക്യൂട്ടിലേക്ക് പവർ ഡെലിവർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വാട്ട് ഈസ് എ പാസീവ് കമ്പോണന്റ്? എന്താണ് പാസീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്? സോ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള പാസീവ് കമ്പോണൻസ് നമുക്കറിയാം, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെയാണ് പാസീവ് കമ്പോണൻസ്. സോ ഈ പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അവ മെയിൻ ആയിട്ടും അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യാണ് പാസീവ് കമ്പോണൻസ് ചെയ്യുക. അതുപോലെ തന്നെ അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ ഡെസിപ്പേറ്റ് ചെയ്യാം ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഒന്നുകിൽ ഹീറ്റ് ആയിട്ട് അതിന് ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്ററിന് അക്രോസ് അതെന്ത് ചെയ്യും? അത് ഹീറ്റ് ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കമ്പോണൻസിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യും. ഒരു ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്യും. സോ ഇറ്റ് ക്യാൻ ഡെസിപ്പേറ്റ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് ഓർ സ്റ്റോർസ് ഇൻ ഐദർ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് പാസീവ് സർക്യൂട്ട്. അതായത് ഇറ്റ് ക്യാൻ ഓൺലി അബ്സോർബ് ചെയ്യാനേ പറ്റൂ. ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ഈ ഒരു പവർ അല്ലെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഏതിനുള്ളത്? പാസീവ് സർക്യൂട്ട് കമ്പോണൻസ് അല്ലെങ്കിൽ പാസീവ് കമ്പോണൻസിന് മെയിൻ ആയിട്ടും ഉള്ളത്. ഓക്കെ, സോ a passive component cannot provide electric power or power amplification. ഒരിക്കലും അതൊരു ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആംപ്ലിഫിക്കേഷൻ എന്തായാലും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ട്രാൻസ്ഫോമർ. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, സെൻസേഴ്സ്, ഇതൊക്കെയാണ് എന്ത്? പാസീവ് കമ്പോണൻസിനുള്ള എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ നമുക്കിവിടെ അതിനുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റർ, സെൻസർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, ഇതൊക്കെയാണ് ഏതിന് അണ്ടറിൽ വരുന്നത്? പാസീവ് കമ്പോണൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഒരു ആംപ്ലിഫിക്കേഷൻ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല.
എനർജി അബ്സോർബ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്യാണ്, ഹീറ്റ് അല്ലെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലായിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് പാസീവ് കമ്പോണൻസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആൻ ആക്റ്റീവ് കമ്പോണന്റ്? ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സപ്ലൈ ഇലക്ട്രിക് പവർ, അതായത് ഇലക്ട്രിക് പവർ സപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ സപ്ലൈ ഇലക്ട്രിക് പവർ ഇൻ ടു ദി സർക്യൂട്ട്, അതിൻ്റെ സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക് പവർ സപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. അബ്സോർബ് ചെയ്യല്ല, അതിന് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് സം പവർ ഗെയിൻ സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുക, ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുക. ഓക്കെ, സോ സം കോമൺ എക്സാമ്പിൾസ് ഫോർ ആക്റ്റീവ് സർക്യൂട്ട് എലമെന്റ്സ് ആർ, നമ്മൾ സർക്യൂട്ടിൽ നോർമലി യൂസ് ചെയ്യാറുള്ള വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ്, അതുപോലെ തന്നെ ജനറേറ്റർ ആയിക്കോട്ടെ, ആൾട്ടർനേറ്റർ ആയിക്കോട്ടെ, സെമി കണ്ടക്ടർ ഡിവൈസസ് സച്ച് ആസ് ഡയോഡ്സ്, അതുപോലെ തന്നെ BJT, FET, ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ആക്റ്റീവ് കമ്പോണന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദി സർക്യൂട്ട്. സോ ആ ഒരു കറണ്ടിന്റെ ഫ്ലോ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് സാധിക്കും, ഈ ഒരു ആക്റ്റീവ് കമ്പോണൻസിന് സാധിക്കും. ഓക്കെ, സോ ആക്റ്റീവ് കമ്പോണൻസിനുള്ള എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ട്രാൻസിസ്റ്റർ, അതിൽ BJT, FET അതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരും, ഡയോഡ്സ് വരും, മോസ്ഫെറ്റ് വരും, അതുപോലെ തന്നെ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പ് ആമ്പ്, ലോജിക് ഗേറ്റ്സ്, ഇതൊക്കെ ഏതാണ്, ആക്റ്റീവ് കമ്പോണൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഒരു ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആക്റ്റീവ് കമ്പോണൻസ് വേഴ്സസ് പാസീവ് കമ്പോണൻസ്. അതിൻ്റെ നെയിംസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ആക്റ്റീവ് കമ്പോണൻസ്, ട്രാൻസിസ്റ്റർ ആക്റ്റീവ് കമ്പോണൻ്റ് ആണ്, ഡയോഡ് വരുന്നുണ്ട്, LED വരുന്നുണ്ട്, ഫോട്ടോ ഡയോഡ്, IC ആക്റ്റീവ് ആണ്, ദെൻ ഓപ്പ് ആമ്പ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, 7 സെഗ്മെന്റ് ഡിസ്പ്ലേ, ബാറ്ററി, ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ആക്റ്റീവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ പാസീവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് റെസിസ്റ്റർ, LDR ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, തെർമിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, സ്വിച്ച്, വേരിയബിൾ റെസിസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, പാസീവ് കമ്പോണൻസ്. സോ ജസ്റ്റ് ഈ എക്സാമ്പിൾസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ 3-4 കമ്പോണൻറ്റ് തരും, അതിന്ന് നമ്മളോട് ഏതാണ് ആക്റ്റീവ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഏതാണ് പാസീവ് കമ്പോണൻറ്റ് എന്ന് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ അതിനുള്ള എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക, അത് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പാസീവ് കമ്പോണൻറ്റ്, ആക്റ്റീവ് കമ്പോണൻറ്റ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ, ഒരു ടേബിൾ പോലെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഇതിനൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് റീഡ് ഔട്ട് ചെയ്യാം, ഓരോ പോയിന്റ്സ് ആയിട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. സോ നോട്ട്സിൽ എന്തുണ്ട്, ഈ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ റീഡ് ഔട്ട് ചെയ്യുക. എന്നാൽ ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മൾ ഒരു ആക്റ്റീവ് പാസീവ് കമ്പോണൻറ്റിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. സോ കുറച്ച് ടേംസ് വെച്ചിട്ട്, ബേസിസ് ഓഫ് ഡിഫറൻസ്, നമ്മൾ കുറച്ച് ടേംസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ രണ്ട് കമ്പോണൻറ്റിനെയും കൂടെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്, കമ്പാരിസൺ ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ ഡെഫിനിഷനാണ് ഫസ്റ്റ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആക്റ്റീവ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ക്യാൻ ഡെലിവർ പവർ ഓർ പവർ ഗെയിൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പാസീവ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണുള്ളത്. സോ വിച്ച് ക്യാൻ ഓൺലി അബ്സോർബ് പവർ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹീറ്റ് ഓർ സ്റ്റോർ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് പാസീവ് കമ്പോണൻറ്റ് വരുന്നത്. ദെൻ അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് കമ്പോണൻസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, ജനറേറ്റേഴ്സ്, സെമി കണ്ടക്ടർ ഡിവൈസസ് ലൈക്ക് ട്രാൻസിസ്റ്റർ, സോളാർ സെല്ല്, SCR, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്, ആക്റ്റീവ് കമ്പോണൻറ്റ് എക്സാമ്പിൾ ആണ്. പാസീവ് കമ്പോണൻറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ട്രാൻസ്ഫോമർ, നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൂ. ആ എക്സാമ്പിൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ റോൾ ഇൻ ദി സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ബിഹേവ് ആസ് എ സോഴ്സ് ഓഫ് പവർ ഇൻ ദി സർക്യൂട്ട്. അതായത് സർക്യൂട്ടിൽ പവറിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. സോ പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ ആക്ട് ആസ് ലോഡ് ഇൻ ദി സർക്യൂട്ട്. അതൊരു ലോഡ് കമ്പോണൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതിന് അക്രോസ് ആണ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുക, അതിന് അക്രോസ് ആണ് എന്ത് ചെയ്യുക, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലാണ് എനർജി സ്റ്റോർ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിലൊക്കെയാണ് എനർജി സ്റ്റോർ ചെയ്യുക. സോ ഇറ്റ് വിൽ ആക്ട് ആസ് ലോഡ് ഇൻ ദി സർക്യൂട്ട്. ദെൻ പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആർക്ക്, ആക്റ്റീവ് കമ്പോണൻറ്റിന്. അതേപോലെ പാസീവ് കമ്പോണൻറ്റിന് പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് പ്രൊവൈഡ് പവർ ഗെയിൻ. സർക്യൂട്ടിൽ പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫംഗ്ഷൻ എന്താണ്, ആക്റ്റീവ് കമ്പോണൻറ്റ്സ് റിസീവ് എനർജി
in the forms such as thermal energy, chemical energy, hydraulic energy, etc. and delivers in the circuit in the form of electrical energy. അതായത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ പാസീവ് കമ്പോണൻസ് എന്താണത്? റിസീവ് ഇലക്ട്രിക്കൽ എനർജി ഐദർ കൺവേർട്ട് ഇറ്റ് ഇൻ ദി അതർ ഫോംസ് സച്ച് ആസ് ഹീറ്റ് ലൈറ്റ് റൊട്ടേഷനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇതിന് പറ്റുക. ട്രാൻസ്ഡ്യൂസേഴ്സ് സെൻസേഴ്സിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ control of current flow. So active components cause current flow in the circuit and control the flow of current. കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് അതിനുണ്ട്. അതുപോലെ തന്നെ പാസീവ് കമ്പോണൻസ് എന്താണ്? കനോട്ട് കൺട്രോൾ ദി കറണ്ട് ഫ്ലോ ഇൻ ദി സർക്യൂട്ട്. പ്രത്യേകിച്ച് കറണ്ടിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന റോളൊന്നും സർക്യൂട്ടിൽ ആർക്കില്ല, പാസീവ് കമ്പോണൻസിനില്ല. അതുപോലെ തന്നെ ഇതിന്റെ VI ക്യാരയുടെ സ്ലോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് കമ്പോണൻസിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, പാസീവ് കമ്പോണൻസിന്റെ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, ആ VI ക്യാരക്ടറിസ്റ്റിക്സിൽ അതിന്റെ സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പിന്റെ സൈന് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ആക്റ്റീവിന്, പാസീവിന് എന്താണ്? പോസിറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, then അതിന്റെ VI ക്യാര ഏത് ക്വാഡ്രന്റിലാന്നുള്ള ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും, പാസീവ് ആണെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് കർവ് വരുന്നത്. VI കർവ് വരുന്നത് ആക്റ്റീവിന് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റും പാസീവിന് ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിലുമാണ് വരിക. ഓക്കെ, ദെൻ പവർ ഡെലിവർ ഓർ അബ്സോർബ്. അതായത് ആക്റ്റീവ് കമ്പോണൻസിന് എന്താണ്? ക്യാൻ ഡെലിവർ ആസ് വെൽ ആസ് അബ്സോർബ് ദി ഇലക്ട്രിക്കൽ പവർ. അതായത് ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ചാർജിങ് കണ്ടീഷനിൽ അത് അബ്സോർബ് ചെയ്യും, അല്ലാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യും. ഡിസ്ചാർജിങ് കണ്ടീഷനിൽ ഡെലിവർ ചെയ്യും. പക്ഷേ പാസീവിന് എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി അബ്സോർബ്, അബ്സോർപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇറ്റ് ക്യാൻ ഓൺലി അബ്സോർബ് പവർ. സോ അങ്ങനെ കുറച്ച് പോയിന്റ്സും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആക്റ്റീവ് കമ്പോണൻസ് എന്താണ്? ഹൗ പവർ ഗെയിൻ ആൻഡ് പവർ ഗെയിൻ മോർ ദാൻ യൂണിറ്റി, സോ ദേ ക്യാൻ ആംപ്ലിഫൈ എ സിഗ്നൽ. സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ നമുക്ക് ട്രാൻസിസ്റ്റർ ഒക്കെ യൂസ് ചെയ്തുകൂടെ? അതൊക്കെ ഏത് കാറ്റഗറിയാണ്? ആക്റ്റീവ് കമ്പോണൻസിന്റെ കേസിലാണ് വരുന്നത്. പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ ഗെയിൻ ഈസ് ലെസ് ദാൻ യൂണിറ്റി, സോ ഇറ്റ് കനോട്ട് ആംപ്ലിഫൈ എ സിഗ്നൽ. സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഏതിനില്ല? പാസീവ് കമ്പോണൻസിന് ഇല്ല. സോ കുറച്ച് ടേംസ് വെച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ദെൻ നീഡ് ഓഫ് എക്സ്റ്റേണൽ പവർ സോഴ്സ് ടു ഫംഗ്ഷൻ എന്നുള്ള കേസൊക്കെ ഇവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ആലോചിച്ച് മനസ്സിലാക്കി എടുക്കാവുന്ന ടൈപ്പ് പോയിന്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ വരുന്നത്. സോ മേജർ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ രണ്ട് ക്ലാസിഫിക്കേഷനും, ആക്റ്റീവിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, പാസീവിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയാസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാം. സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ ടിൽ ദെൻ താങ്ക് യു.